Hello guys, welcome back to PTM Learners. ഈ വീഡിയോയിൽ ലോവർ ബൗണ്ട്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് KTU തേർഡ് സം ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോറിതമിൽ വരുന്ന തേർഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. സോ ലോവർ ബൗണ്ട്സ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ മിനിമം എമൗണ്ട് ഓഫ് ടൈമാണ് ഒരു അൽഗോറിതം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് ഡിഫറെൻറ്റ് അൽഗോറിതംസ് കാണും. അങ്ങനെ ഒരു അൽഗോറിതം എടുക്കുന്ന മിനിമം റിക്വയർഡ് ടൈമിനെയാണ് നമ്മൾ ലോവർ ബൗണ്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോർട്ടിംഗ് പ്രോബ്ലം എടുക്കുവാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോർട്ടിംഗ് ഉണ്ട്. ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, ബബിൾ സോർട്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോർട്ടിംഗ് അൽഗോറിതംസ് ഉണ്ട്. ഈ സോർട്ടിംഗ് അൽഗോറിതംസിനൊക്കെ ഒരു ലോവർ ബൗണ്ട് കാണും. ആ ലോവർ ബൗണ്ടിനേക്കാളും ഫാസ്റ്ററായിട്ട് ഏതൊരു അൽഗോറിതത്തിനും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അത് എത്രത്തോളം ക്ലെവർ ആയിട്ടുള്ള അൽഗോറിതം ആണെങ്കിലും ആ ഒരു ലിമിറ്റിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ലോവർ ബൗണ്ട്സ്. തിയറിറ്റിക്കൽ മിനിമം എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ബൈ എനി അൽഗോറിതം ദാറ്റ് സോൾവ്സ് എ പെർട്ടിക്കുലർ പ്രോബ്ലം. So if a problem has a lower bound of omega of f of n, then no algorithm can solve it faster than f of n. ഇപ്പോൾ ഒരു പ്രോബ്ലത്തിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോർട്ടിംഗ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോർട്ടിംഗ് ഇല്ല. അപ്പോൾ സോർട്ടിംഗ് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലമാണ്, അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് അൽഗോറിതംസ് യൂസ് ചെയ്യാം. അതേപോലെയാണ് സെർച്ചിങ് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൽഗോറിതംസ് യൂസ് ചെയ്യാം. അതിനും ഒരു ലോവർ ബൗണ്ട് കാണും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലോവർ ബൗണ്ട് നമുക്ക് ഒമേഗ ഓഫ് എഫ് ഓഫ് എൻ ആണെന്ന് വയ്ക്കാം. ഇതാണ് നമ്മളുടെ ലോവർ ബൗണ്ട്. ഫോർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ ലോവർ ബൗണ്ട് ഒമേഗ ഓഫ് ഫങ്ഷൻ ഓഫ് എൻ ആണെന്ന് വയ്ക്കാം. ഇങ്ങനെ ആണെങ്കിൽ അതിൽ ഒരു അൽഗോറിതത്തിനും ഈ ഒരു ടൈമിനേക്കാളും ഫാസ്റ്ററായിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ലോവർ ബൗണ്ട്. ഇനി ഈ ലോവർ ബൗണ്ട് നമ്മൾ ഡിസിഷൻ ട്രീ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. ഡിസിഷൻ ട്രീ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിസിഷൻ ട്രീ വരയ്ക്കും, എന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കും. Decision tree method is used for analyzing comparison based algorithms. Comparison based algorithmസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസിഷൻ ട്രീ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഡിസിഷൻ ട്രീ എന്ന് പറയുമ്പോൾ നോർമലി ഒരു ട്രീ പോലെയാണ് അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉള്ളത്. റൂട്ട് നോഡ്, ഇൻറ്റേർണൽ നോഡ്, ലീഫ് നോഡ്സ് എല്ലാം കാണും. അതിലുള്ള ഇൻറ്റേർണൽ നോഡ്സ് എല്ലാം നമ്മൾ കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് അൽഗോറിതം, ഒരു അൽഗോറിതത്തിൽ ഇങ്ങനെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ഇങ്ങനെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് ഏതൊക്കെ അൽഗോറിതമാണോ നമ്മൾ സോൾവ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്, അതെല്ലാം നമുക്ക് ഇങ്ങനെ ഡിസിഷൻ ട്രീ മെത്തേഡ് വെച്ചിട്ട് അനലൈസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡിസിഷൻ ട്രീയിൽ ഓരോ ഇൻറ്റേർണൽ നോഡും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ കമ്പാരിസൺ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് സ്റ്റാർട്ടാണെന്ന് വയ്ക്കാം. സ്റ്റാർട്ട്, ഇവിടെ ഒരു കമ്പാരിസൺ ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്ന് വയ്ക്കാം. ലൈക്ക് എ ലെസ് ദാൻ ബി, ഇങ്ങനെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ടെന്ന് വയ്ക്കാം. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് പോകണം, ഫോൾസ് ആണെങ്കിൽ റൈറ്റ് സൈഡ് പോകണം. ഇതാണ് ഡിസിഷൻ ട്രീയുടെ ഒരു ബേസിക് സ്ട്രക്ചർ. ആൻഡ് ഇത് ഒരു ബൈനറി ട്രീ ആണ്. ദെൻ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് വേർസ്റ്റ് കേസ് ടൈമാണ്. ആ ഒരു ഡിസിഷൻ ട്രീയുടെ ഹൈറ്റാണ് വേർസ്റ്റ് കേസ് ടൈം. പിന്നെ അതിലുള്ള ഓരോ ലീഫും പോസിബിൾ ഔട്ട്പുട്ടിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പോസിബിൾ ഔട്ട്പുട്ട് അറേഞ്ച്മെൻറ്റ് ഓർ പോസിബിൾ ഔട്ട്പുട്ട്സിനെയാണ് ഓരോ ലീഫ് നോഡും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ ലോവർ ബൗണ്ട്സിൽ തന്നെ ലോവർ ബൗണ്ട് ഫോർ കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിങ്ങും ഉണ്ട്, കമ്പാരിസൺ ബേസ്ഡ് സെർച്ചിങ്ങും ഉണ്ട്. അപ്പോൾ ആദ്യം സോർട്ടിങ് നോക്കാം. സോർട്ടിങ്ങിൽ നമുക്കിപ്പോൾ n എലമെൻറ്റ്സ് ആണ് സോർട്ട് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ n എലമെൻറ്റ്സിന് സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് n ഫാക്ടോറിയൽ പോസിബിൾ കോമ്പിനേഷൻസ് ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ 3 നമ്പേഴ്സിനെ സോർട്ട് ചെയ്യണമെന്ന് വയ്ക്കാം. ഈ 3 നമ്പേഴ്സിനെ സോർട്ട് ചെയ്യണമെങ്കിൽ ABC, ഈ 3 നമ്പേഴ്സിനെ സോർട്ട് ചെയ്യണമെങ്കിൽ എത്ര കോമ്പിനേഷൻസ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്? എയ്തർ ABC ഈ ഒരു ഓർഡറിലായിരിക്കും, അല്ലെങ്കിൽ ACB ഈ ഒരു ഓർഡറിലായിരിക്കും, ഓർ BCA ഈ ഒരു ഓർഡർ, ഓർ BAC ഈ ഒരു ഓർഡറിലായിരിക്കും, ഓർ CAB ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ CBA ഈ ഒരു ഓർഡറിലായിരിക്കും. അപ്പോൾ ഇതിൽ മൊത്തം 1 2 3 4 5 6 കോമ്പിനേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ n നമ്പേഴ്സാണ് സോർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ n ഫാക്ടോറിയൽ ഓഫ് കോമ്പിനേഷൻസ് കാണും. അപ്പോൾ ഇതിൽ 3 നമ്പേഴ്സിലെ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 3 × 2 × 1 വിച്ച് ഈസ് ഈക്വൽ ടു 6 നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ഡിസിഷൻ ട്രീയിൽ ടോട്ടൽ 6 നമ്പർ ഓഫ് ലീഫ് കാണും. ഓരോ ലീഫിലും ഓരോ ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. Sorting n elements means n factorial possible combinations, and decision tree
മസ്റ്റ് ഹാവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ലീവ്സ്. ഇപ്പോൾ നമ്മൾ സോർട്ടിങ്ങിനാണ് ഡിസിഷൻ ട്രീ വരയ്ക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് n ഫാക്ടോറിയൽ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ലീവ്സ്. n ഫാക്ടോറിയൽ ലീവ്സ് മസ്റ്റായിട്ട് ആ ഒരു ഡിസിഷൻ ട്രീയിൽ വേണം. പിന്നെ ഹൈറ്റ് എപ്പോഴും ലോഗ് n ഫാക്ടോറിയൽ ടു ദ ബേസ് 2 ആയിരിക്കണം. ഇതാണ് ഡിസിഷൻ ട്രീ സോർട്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. സോ ഇതിൽ 3 നമ്പേഴ്സാണ് സോർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്പേഴ്സ് A1, A2 ആൻഡ് A3 ഇതാണ് ഇൻപുട്ടായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഇൻപുട്ട് ആയതുകൊണ്ട് നമുക്ക് മൊത്തം 3 ഫാക്ടോറിയൽ കോമ്പിനേഷൻസ് ആയിരിക്കും. 3 × 2 × 1 വിച്ച് ഇസ് ഈക്വൽ ടു 6. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡിസിഷൻ ട്രീയിൽ 6 ലീഫ് വേണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് A1 ആൻഡ് A2 ആണ്. A1, A2 ആണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. A1 ലെസ് ദൻ A2 ഇതാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അസ്യൂം ദാറ്റ് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം A1ഉം A2ഉം കമ്പയർ ചെയ്യുന്നു. A1 ലെസ് ദൻ A2 ആണോ എന്ന് നോക്കുന്നു. അത് ട്രൂ ആണെങ്കിൽ അടുത്തതിൽ A2 ലെസ് ദൻ A3 ആണോ എന്ന് നോക്കുന്നു. അപ്പോൾ ആദ്യം A1 ലെസ് ദൻ A2, ഇറ്റ് മീൻസ് A1 ആണ് ചെറിയ നമ്പർ. ഈ രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ A1 ആണ് ചെറിയ നമ്പർ. അത് ട്രൂ ആണെങ്കിൽ A2 ആണോ ചെറുത് A3 ആണോ ചെറുത് എന്നാണ് നോക്കുന്നത്. A2 ലെസ് ദൻ A3. ഇത് ട്രൂ ആണെങ്കിൽ മീനിങ് A2 ആണ് ചെറിയ നമ്പർ. A3 A2 കമ്പയർ ചെയ്യുമ്പോൾ A2 ആണ് ചെറിയ നമ്പർ. ആൻഡ് A2 A1 കമ്പയർ ചെയ്യുമ്പോൾ A1 ആണ് ചെറിയ നമ്പർ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. A1 ആണ് A3 കമ്പയർ ചെയ്യുമ്പോൾ സ്മോളസ്റ്റ്, അത് കഴിഞ്ഞിട്ട് A2 A3. ഇത് ഒരു പോസിബിൾ ഔട്ട്പുട്ടാണ്. ഇനി ഈ A1 ലെസ് ദൻ A2 ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് നമ്മൾ A2 A3 ചെക്ക് ചെയ്യുമ്പോൾ A3 ആണ് സ്മോളസ്റ്റ് നമ്പർ എന്ന് കിട്ടിയെന്ന് വെക്കാം. A2 ലെസ് ദൻ A3 ഇത് ചെയ്യുമ്പോൾ ഇഫ് A2 ഇസ് ഗ്രേറ്റർ ദാൻ A3 നമ്മൾ നോയിലോട്ടാണ് പോവേണ്ടത്. അപ്പോൾ സപ്പോസ് A3 ആണ് ലെസർ എന്ന് വയ്ക്കാം. A3 ലെസർ ആണെങ്കിൽ നമ്മൾ എഗെയിൻ A3യും A1ഉം കമ്പയർ ചെയ്യണം. A1 A3 കമ്പയർ ചെയ്തിട്ട് A1 സ്മോളർ ആണെങ്കിൽ ആദ്യം A1 വരും, പിന്നെ A2, ആദ്യം A1 പിന്നെ A3, അടുത്ത് A2 വരും. ഇതൊരു പോസിബിൾ ഔട്ട്കമാണ്. ഇനി അല്ല, A1 ലെസ് ദൻ A3 അല്ല എന്നുണ്ടെങ്കിൽ A3 ആയിരിക്കും സ്മോളസ്റ്റ്. A3 അത് കഴിഞ്ഞിട്ട് A1 അത് കഴിഞ്ഞിട്ട് A2 ആയിരിക്കും. ഇതൊരു പോസിബിൾ ഔട്ട്കമാണ്. ഇനി അതേപോലെ A1 ലെസ് ദൻ A2 അത് തന്നെ ഫോൾസ് ആണെങ്കിൽ, ലൈക്ക് A2 ആണ് ലെസർ എങ്കിൽ നമ്മൾ A1 അടുത്ത് A3 ആയിട്ട് കമ്പയർ ചെയ്യണം. ഇതിൽ A1 ആണ് ലെസർ എന്നുണ്ടെങ്കിൽ A2 A1 A3 ഇതായിരിക്കും ഒരു പോസിബിൾ ഔട്ട്കം. ഇനി ഈ കണ്ടീഷൻ ഫാൾസ് എങ്കിൽ നമ്മൾ A2ഉം A3യും വെച്ച് കമ്പയർ ചെയ്യണം. അതിൽ A2 ആണ് സ്മോളർ എങ്കിൽ അതായിരിക്കും ഏറ്റവും സ്മോളസ്റ്റ്. A2 A3 A1. അത് ഫാൾസ് ആണെങ്കിൽ A3 A2 A1 ഇതായിരിക്കും ഒരു ഓർഡർ. അപ്പോൾ ഇതൊരു പോസിബിൾ ഔട്ട്പുട്ട്, ഇതൊരു പോസിബിൾ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ 1 2 3 4 5 6 നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ആണ് ഉള്ളത്. ഇപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് നോക്കാം. 9 4 6 ആണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ 9 A1 ആയിരിക്കും, 4 A2 ആയിരിക്കും, ആൻഡ് 6 A3 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് A1 ലെസ് ദൻ A2 ആണോ എന്ന് നോക്കുന്നു. A1 ലെസ് ദൻ A2 ആണോ? 9 ലെസ് ദൻ 4 ആണോ? നോ, ഫോൾസ് ആണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് വരും. ദെൻ A1 ലെസ് ദൻ A3 ആണോ നോക്കണം. 9 ലെസ് ദൻ 6 ആണോ? നോ, ഫോൾസ്. അപ്പോൾ എഗെയിൻ ഈ നോയിലോട്ട് പോവും. ദെൻ A2 ലെസ് ദൻ A3 ആണോ എന്ന് നോക്കും. യെസ്, 4 ലെസ് ദൻ 6 അല്ലേ, അത് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താ? A2 A3 A1. അപ്പോൾ 9 4 6 നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ A2 4 A3 6 A1 9. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കും കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഹൈറ്റാണ് ഈ ഒരു അൽഗോറിതമിൻ്റെ വേർസ്റ്റ് കേസ്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 1 2 3. ഈ ഒരു ട്രീയുടെ ഹൈറ്റ് 3 ആണ്. അപ്പോൾ അതായിരിക്കും വേർസ്റ്റ് കേസ്. ലൈക്ക് ഹയർ നമ്പർ ഓഫ് കമ്പാരിസൺസ് അതായിരിക്കും. എവറി പോസിബിൾ ഔട്ട്പുട്ട് മസ്റ്റ് ബി റെപ്രസെൻറ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് 1 ലീഫ്. 1 ലീഫെങ്കിലും വേണം നമ്മൾ ഒരു ഔട്ട്പുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഡിസിഷൻ ട്രീ മെത്തേഡ്. ഇനി എവറി പാത്ത് ഫ്രം റൂട്ട് ടു ലീഫ് റെപ്രസെൻറ്റ്സ് എക്സിക്യൂഷൻ ഓഫ് ആൽഗോറിതം ഫോർ സ്പെസിഫിക് ഇൻപുട്ട്. ഇപ്പോൾ ഞാൻ 9 4 6 എടുത്തപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് റൂട്ട് എങ്ങനെയായിരുന്നു? ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു പാത്തിലല്ലേ വന്നത്. ഇപ്പോൾ ഞാൻ വേറെ കോമ്പിനേഷൻസ്, ഇതിൽ തന്നെ വേറെ കോമ്പിനേഷൻസ് എടുക്കാമെന്ന് വെക്കാം. 6 4 9 ഈ ഒരു കോമ്പിനേഷൻ എടുക്കാം. ഈ ഒരു കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഇതിൽ വേറൊരു പാത്തായിരിക്കും കിട്ടുന്നത്. സോ ഓരോ ഇൻപുട്ട് കോമ്പിനേഷൻസിന് നമുക്ക് ഇതിൽ നിന്ന് ഓരോ പാത്തായിരിക്കും കിട്ടുന്നത്. ഇനി പാത്ത് ലെങ്ത് ആയിരിക്കും ടൈം കോംപ്ലക്സിറ്റി കിട്ടുന്നത്. പിന്നെ ലോങ്ങസ്റ്റ് പാത്ത് വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റിയും കൊടുക്കും. ദെൻ എപ്പോഴും നമ്പർ ഓഫ് ലീവ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ആയിരിക്കണം. ഇതാണ് ഡിസിഷൻ ട്രീ മെത്തേഡ് ഫോർ കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിങ്. ഇനി
ഇപ്പോൾ ഒരു ഡിസിഷൻ ട്രീ നമ്മൾ എടുക്കാം. കൺസിഡർ ദ ഡിസിഷൻ ട്രീ കറസ്പോണ്ടിങ് ടു എനി അൽഗോരിതം ദറ്റ് ക്യാൻ സോർട്ട് n ഐറ്റംസ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് എടുക്കുന്നതെന്ന് വയ്ക്കാം. അതിലുള്ള ഓരോ പോസിബിൾ ഔട്ട്പുട്ടിനെയും നമ്മൾ ഓരോ ലീഫ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. പിന്നെ ടു ഹാവ് n ഫാക്ടോറിയൽ ലീവ്സ് വേണമെങ്കിൽ ആ ട്രീയിൽ ലോഗ് n ഫാക്ടോറിയൽ ടു ദ ബേസ് 2 ഹൈറ്റ് വേണം ആ ഒരു ട്രീക്ക്. ദെൻ ഓരോ കമ്പാരിസൺ സോർട്ട് അൽഗോരിതത്തിനും വേർസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് n ഫാക്ടോറിയൽ ടു ദ ബേസ് 2 ആയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ലോവർ ബൗണ്ട്സ് ഫോർ കമ്പാരിസൺ ബേസ്ഡ് സെർച്ചിങ്. സെർച്ചിങ്ങിൽ നമ്മൾ എലമെൻസിനെ കമ്പയർ ആണ് ചെയ്യുന്നത്. സെർച്ചിങ്ങിൽ നമ്മൾ ഒരു കീ ആ ഒരു അറയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഓരോ കീ വെച്ച് ചെക്ക് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നമ്മൾ ഔട്ട്പുട്ടിൽ കൊടുക്കും, ഇല്ല എങ്കിൽ നോട്ട് പ്രസൻറ്റ് എന്ന് ഔട്ട്പുട്ടിൽ കൊടുക്കും. സോ ഇതും ഒരു കമ്പാരിസൺ ബേസ്ഡ് അൽഗോറിതമാണ്. ദാറ്റ് മേക്ക് ഡിസിഷൻസ് ഓൺലി ബൈ കമ്പയറിങ് ദ കീ വിത്ത് എലമെൻറ്റ്സ് ഓഫ് ദി അറേ. നമ്മളുടെ അടുത്തുള്ള കീനെ അറയിലുള്ള എലമെൻറ്റ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് സെർച്ചിങ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെർച്ചിങ് എടുക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് സെർച്ചിങ്സ് ഉണ്ട്. ലൈക്ക് 2 ടൈപ്സ് ഓഫ് അറേസിൽ നമുക്ക് സെർച്ചിങ് പെർഫോം ചെയ്യാൻ പറ്റും. ഒരു ടൈപ്പ് ഓഫ് അറേ ആണ് സോർട്ടഡ് അറേ, വേറൊരു ടൈപ്പ് അൺസോർട്ടഡ് അറേ ആണ്. സോർട്ടഡ് അറേ മീൻസ് എല്ലാം തന്നെ സോർട്ടഡ് ഓർഡറിലായിരിക്കും. അപ്പോൾ നമ്മൾ മിഡിൽ എലമെൻറ്റ് കമ്പയർ ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ആണോ നോക്കിയിട്ട് ലെഫ്റ്റ് ഹാഫ് നോക്കണോ റൈറ്റ് ഹാഫ് നോക്കണോ എന്ന് ഡിസൈഡ് ചെയ്യാം. അൺസോർട്ടഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. നമുക്ക് അൺസോർട്ടഡ് ആണെങ്കിൽ എല്ലാ എലമെൻസും 1 by 1 കമ്പയർ ചെയ്ത് പോകണം. അപ്പോൾ ഇതിൽ 2 ടൈപ്പാണ് ഉള്ളത് സെർച്ചിങ്ങിൽ തന്നെ. ഫസ്റ്റ് അൺസോർട്ടഡ് സെർച്ചിങ് ആണെങ്കിൽ അതിൻ്റെ ലോവർ ബൗണ്ട് ഒമേഗ ഓഫ് n ആണ്, ബിഗ് ഒമേഗ ഓഫ് n. ഇപ്പോൾ സോർട്ടഡ് അറേയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലോവർ ബൗണ്ട് ഒമേഗ ഓഫ് ലോഗ് n ആയിരിക്കും. ഇത് നമുക്ക് ഡിസിഷൻ ട്രീ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനും പറ്റും. ദെൻ ഒരു സെർച്ച് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ n+1 പോസിബിൾ ഔട്ട്കംസ് ആയിരിക്കും കിട്ടുന്നത്. n+1 മീനിങ് n ഇസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ അറേ. അപ്പോൾ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ഔട്ട്കംസ് n+1 ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ അറയിൽ 1 5 9 2 3 ആണ് ഉള്ളതെന്ന് വയ്ക്കാം. അപ്പോൾ മൊത്തം 1 2 3 4 5 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. സപ്പോസ് ഞാൻ ഇതിൽ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് ഇതിലുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ എന്തൊക്കെ കേസസ് ഉണ്ട്, ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് മേ ബി 1 ആയിരിക്കാം, അല്ലെങ്കിൽ 5 ആയിരിക്കാം, 9 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു അറയിൽ തന്നെ ഇല്ലാത്ത എലമെൻറ്റും ആയിരിക്കാം. അപ്പോൾ ഇതിൽ പോസിബിൾ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ആണ്. n എലമെൻറ്റ്സ് ഉണ്ട്, n+1 ഔട്ട്കംസ് ആണ് ഉള്ളത്. ദസ് ഒരു ഡിസിഷൻ ട്രീ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ അതിൽ n+1 ലീവ്സ് നമുക്ക് വേണം. സോ ഇതിലൊരു ഡിസിഷൻ ട്രീ കൊടുത്തിട്ടുണ്ട് ഫോർ അൺസോർട്ടഡ് സെർച്ചിങ്. കമ്പാരിസൺ ബേസ്ഡ് സെർച്ചിങ്ങിന് ഒരു ഡിസിഷൻ ട്രീ വരച്ചിട്ട് അതിൻ്റെ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ലോഗ് n ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ അൺസോർട്ടഡ് സെർച്ചിങ്ങിൻ്റെ ഒരു ഡിസിഷൻ ട്രീ വരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ പ്രൂഫ് പോലെ എഴുതിയിട്ടുണ്ട്, ഇത് എഴുതിയാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അൺസോർട്ടഡ് സെർച്ചിങ്ങിൻ്റെ ഡിസിഷൻ ട്രീ ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നോഡ് എപ്പോഴും സ്റ്റാർട്ട് നോഡായിരിക്കും. സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അൺസോർട്ടഡ് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, 0 to n വരെയുള്ള എല്ലാ എലമെൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കീ വിത്ത് a of i എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്റ് ആണ്, അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അത് ഈക്വൽ ടു ആണെങ്കിൽ എസ്സിൽ ഫൗണ്ടഡ് i എന്ന് കൊടുക്കുക. അത് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നോ, അടുത്ത ബ്രാഞ്ചിലോട്ട് പോകണം. അതിൽ നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ k ആൻഡ് a of j എന്ന് പറയുന്നത് നെക്സ്റ്റ് എലമെൻ്റ് ആണ്. എസ് ആണെങ്കിൽ ഫൗണ്ടഡ് j കൊടുക്കുക, നോ ആണെങ്കിൽ നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. കമ്പയർ വിത്ത് a of k, അതിലുണ്ടെങ്കിൽ ഫൗണ്ടഡ് k കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേ വരും, എക്സെട്ര ഇങ്ങനെ റിപ്പീറ്റായി a of n വരെ നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ വിത്ത് a of n. a of n എലമെൻറ്റ് ഉണ്ടെങ്കിൽ ഫൗണ്ടഡ് n എന്ന് പ്രിൻറ്റ് ചെയ്യുക, അതിലും ആ ഒരു എലമെൻറ്റ് ഇല്ല എങ്കിൽ നോട്ട് പ്രസൻറ്റ് എന്ന് കൊടുക്കുക. ഇതാണ് ഡിസിഷൻ ട്രീ ഫോർ അൺസോർട്ടഡ് സെർച്ചിങ്. അപ്പോൾ അൺസോർട്ടഡ് സെർച്ചിങ്ങിന് നമുക്ക് ഇതിൻ്റെ ഈ ഡിസിഷൻ ട്രീയുടെ ഹൈറ്റ് h ആയിട്ട് എടുക്കാം. ഹൈറ്റ് ഇസ് എ നമ്പർ ഓഫ് കമ്പാരിസൺസ് ഇൻ വേഴ്സ്റ്റ് കേസ്. വേഴ്സ്റ്റ് കേസിൽ നമുക്ക് ആവശ്യമുള്ള നമ്പർ ഓഫ് കമ്പാരിസൺസ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഈ ഒരു അറേ തന്നെ എടുത്തില്ലേ, ഇതിൽ ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് 3 ആണെങ്കിൽ ഇത് ലാസ്റ്റ് സ്റ്റെപ്പിലാണ് ഈ 3 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റായിട്ട് കമ്പയർ ചെയ്താണ് ലാസ്റ്റ് ഈ ഒരു സ്റ്റെപ്പിലോട്ട് വരുന്നത്. സപ്പോസ് ഇതിലില്ലെങ്കിലോ, ഇപ്പം ഞാൻ 7 ആണ്
സെർച്ച് ചെയ്യുന്നതെന്ന് വെക്കാം. ഇതിൽ 7 ഇല്ല. അപ്പോൾ എല്ലാ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് ലാസ്റ്റ് വരുമ്പോഴായിരിക്കും നമുക്ക് അറിയുന്നത് ഈ ഒരു എലമെൻറ്റ് ഇതിൽ ഇല്ലാന്ന്. അപ്പോൾ ആ ഒരു ട്രീയുടെ ഹൈറ്റ് ആണ് നമ്പർ ഓഫ് കമ്പാരിസൺസ് റിക്വയർഡ് ഇൻ ദ വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരു ബൈനറി ട്രീ എടുക്കുകയാണെങ്കിൽ ബൈനറി ട്രീയുടെ ഹൈറ്റ് h ആണെങ്കിൽ അതിൽ അറ്റ്മോസ്റ്റ് ദാറ്റ് ഈസ് മാക്സിമം 2h ലീവ്സ് കാണും. ആൻഡ് സെർച്ചിങ്ങിൽ നമുക്ക് എത്ര ലീവ്സാണ് വേണ്ടത്? അറ്റ്ലീസ്റ്റ് n+1 ലീവ്സ് എങ്കിലും വേണം. സോ ഈ 2h ആ ബൈനറി ട്രീയുടെ മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് ഇല്ലേ, അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ n+1 ആയിരിക്കണം. സോ ഇതിൽ നമുക്ക് രണ്ട് സൈഡ് ലോഗ് എടുക്കുകയാണെങ്കിൽ h ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് n+1 ടു ദ ബേസ് 2 എന്ന് കിട്ടും. സോ വേസ്റ്റ് കേസ് കമ്പാരിസൺസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് n+1 ടു ദ ബേസ് 2 ആയിരിക്കണം. ഇതിനെ നമ്മൾ അസിംപ്റ്റോട്ടിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒമേഗ ഓഫ് ലോഗ് n എന്ന് കിട്ടും. വേസ്റ്റ് കേസിൽ നമുക്ക് ഒമേഗ ഓഫ് ലോഗ് n ആയിരിക്കും കിട്ടുന്നത്. ഇനി കമ്പാരിസൺ ബേസ്ഡ് സെർച്ച് അൽഗോരിതം മസ്റ്റ് ടേക്ക് അറ്റ്ലീസ്റ്റ് ഒമേഗ ഓഫ് ലോഗ് n കമ്പാരിസൺസ് ഇൻ ദ വേസ്റ്റ് കേസ്. ഏതൊരു കമ്പാരിസൺ ബേസ്ഡ് അൽഗോരിതംസ് ആണെങ്കിലും അത് അറ്റ്ലീസ്റ്റ് ഒമേഗ ഓഫ് ലോഗ് n കമ്പാരിസൺസ് എടുക്കും വേസ്റ്റ് കേസ് ആവുമ്പോൾ. ഇനിയുള്ളത് ഡിസിഷൻ ട്രീ ഫോർ സോർട്ടഡ് അറേയുടെ ഡിസിഷൻ ട്രീ ആണ്. അറേ എടുത്തേക്കുന്നത് A1, A2, A3 ആൻഡ് A4. ഇത് സോർട്ടഡ് അറേ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മിഡിൽ ഡിവൈഡ് ചെയ്തിട്ട് മിഡിൽ എലമെൻറ്റിനേക്കാളും ലെസർ ആണോ ഗ്രേറ്റർ ആണോ എന്ന് നോക്കുക. ലെസർ ആണെങ്കിൽ ആ ഒരു പാർട്ട് മാത്രം നോക്കിയാൽ മതി, ലെസർ സൈഡുള്ള പാർട്ട് മാത്രം നോക്കിയാൽ മതി. ഗ്രേറ്റർ ആണെങ്കിൽ ഗ്രേറ്റർ മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഓരോ പാർട്ടിലും എഗെയിൻ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക, കമ്പയർ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഇങ്ങനെ തന്നെ പോകണം. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് 4 ആണ്. A1, A2, A3 ആൻഡ് A4. അപ്പോൾ n=4. അപ്പോൾ എനിക്ക് എത്ര ലീഫ് വേണം? n+1 ലീഫ് വേണം. ഓക്കെ, അപ്പോൾ n=4 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4/2 ചെയ്യുമ്പോൾ 2 ആയിരിക്കും. സെക്കൻഡ് എലമെൻറ്റിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ k<= A2 ആണോ എന്ന് നോക്കണം. ഈ സെക്കൻഡ് എലമെൻറ്റിനേക്കാളും ലെസർ ഓർ ഈക്വൽ ടു ആണോ എന്ന് നോക്കണം. എസ് ആണെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് പോവാം. എസ് ആണെങ്കിൽ എഗെയിൻ നമ്മളിതിനെ ഡിവൈഡ് ചെയ്യാണ്. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ A1 ഒരു അറയാവും, A2 വേറൊരു അറയാവും. അപ്പോൾ k<= A1 ആണോ എന്ന് നോക്കുന്നു. അത് എസ് ആണെങ്കിൽ നമ്മൾ k== A1 ആണോ എന്ന് നോക്കുന്നു. k=A, ഇതിൽ k എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻ്റ് ആണ്. ഇതിൽ k=A1 ആണെങ്കിൽ ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യാം. അതേപോലെ k<= A1 അല്ലേ, അത് ഫോൾസ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ടാണ് നോക്കേണ്ടത്. സെക്കൻഡ് പാർട്ട് A2 ആണ്. k== A2 ആണെന്ന് നോക്കണം. എസ് ആണെങ്കിൽ ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യാം, നോ ആണെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു സൈഡ് തീർന്നു. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് പോവാണ്. ഈ k<= അല്ല, ഗ്രേറ്റർ ദൻ ആണെങ്കിൽ, നോ ആണെങ്കിൽ നമ്മൾ ഈ സൈഡ് പോവാം. ഈ സൈഡ് എഗെയിൻ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം, A3 ആൻഡ് A4. k<= A3 ആണെങ്കിൽ k=A3 ആണോ എന്ന് നോക്കണം. എസ് ആണെങ്കിൽ ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യുക, നോ ആണെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യുക. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കിയാൽ മതി. അപ്പോൾ k== A4 ആണോ എന്ന് നോക്കണം. എസ് ആണെങ്കിൽ ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യുക, നോ ആണെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യുക. ഇനി ഈ നോട്ട് ഫൗണ്ട് വരുന്ന ഈ ലീഫെല്ലാം നമുക്ക് ഒറ്റ ലീഫാക്കാം. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നോട്ട് ഫൗണ്ട് വരുന്ന ലീഫ് ഏതൊക്കെയാണോ അതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ലീഫാക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള ടോട്ടൽ ലീഫാണ് 1, 2, 3, 4 ആൻഡ് 5. ടോട്ടൽ ലീവ്സ് 5 ആണ്. 4 ഫൗണ്ട് ഉണ്ട്, 1 നോട്ട് ഫൗണ്ടും ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഡിസിഷൻ ട്രീയുടെ ഹൈറ്റ് 2h ആയിരിക്കണം. 2h > 5 ആയിരിക്കണം. അപ്പോൾ h log 5 to the base 2 which is approximately equal to 2.32. സോ മിനിമം ഹൈറ്റ് ഇതിൻ്റെ 3 കമ്പാരിസൺസ് ആണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നെക്സ്റ്റ് 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.